ഹലോ എവ്രിവൺ. ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പം തന്നെ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. ഇതിന്റെ കൂടെ കുറച്ച് ട്വിസ്റ്റുകളും നല്ല കഥയും കൂടി ചേരുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഓ അമ്മായി എന്ന ക്രൈം ത്രില്ലർ സിനിമയുടെ കഥയൊന്ന് കേട്ടു നോക്കിയാലോ. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹാക്കറായിട്ടുള്ള ബെഞ്ചമിനെയാണ് കാണിക്കുന്നത്. അവന്റെ മുഖത്തൊക്കെ അടി കിട്ടിയ ഒരു പാടുണ്ട്. അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരുടെ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ 3 കൂട്ടുകാരും അവിടെ ഭയങ്കര ക്രൂരമായ രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ ബെഞ്ചമിന് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ചിലപ്പോ ഇപ്പൊ ഇവന്റെ ജീവനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കാം. അതുകൊണ്ട് അവൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഈ ബെഞ്ചമിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബെഞ്ചമിൻ നേരെ ഒരു പബ്ലിക് ബൂത്തിലേക്ക് ചെന്നിട്ട് പോലീസിനെ വിളിച്ച് അവൻ എവിടെയാണുള്ളതെന്ന് പറഞ്ഞ് വന്ന് അറസ്റ്റ് ചെയ്യാനും പറയാണ്. കാരണം അവന്റെ ജീവൻ രക്ഷിക്കാൻ ഇതിലും വലിയൊരു മാർഗം അവന് വേറെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസ് സ്പോട്ടിലെത്തി അവനെ അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഈ ഒരു കേസ് കുറച്ച് കാലമായിട്ട് ഒരു ലേഡി ഡിറ്റക്റ്റീവ് അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ ലേഡി ബെഞ്ചമിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നീയായിട്ട് കീഴടങ്ങിയോണ്ട് ഞങ്ങൾക്ക് കുറച്ച് പണി കുറഞ്ഞു കിട്ടി. ഞങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നീയായിട്ട് തന്നെ എല്ലാം പറഞ്ഞോന്ന് പറയാണ്. അപ്പൊ ബെഞ്ചമിനും ഞാൻ പറയാം, ഇങ്ങനെ ഓടി ഓടി ഞാൻ മടുത്തു എന്ന് പറഞ്ഞിട്ട് ബെഞ്ചമിൻ അവന്റെ കഥ പറയാൻ ആരംഭിക്കുകയാണ്. ചെറുപ്പത്തിൽ സൂപ്പർ ഹീറോ ആവണമെന്ന് അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ലോകത്തുള്ളവരെക്കാളും നമ്പർ 1 ആകണമെന്ന്. ഈ കഥകളിലൊക്കെ ഉണ്ടാവുന്ന സൂപ്പർ ഹീറോസിനെ പോലെ തന്നെ ചെറുപ്പത്തിലെ അവന്റെ അച്ഛനെ നഷ്ടമായി. അമ്മയ്ക്കാണെങ്കിൽ മൾട്ടിപ്പിൾ ഡിസോർഡർ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മയും ആത്മഹത്യ ചെയ്തു. ഒരു രീതിയിലും ഒരു ഉയർച്ചയിലേക്ക് വരാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല അവൻ്റെത്. അവനൊരിക്കലും ഒരു സൂപ്പർ ഹീറോ ആവാനും പോകുന്നില്ല. കാരണം അവൻ വല്ലാത്ത പേടിത്തൊണ്ടനായിരുന്നു. എന്ത് ചെയ്യാനും അവന് പേടിയാണ്. പക്ഷെ എന്നാലും അവന്റെ ഉള്ളില് അടങ്ങാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വലുതായപ്പോ അവനൊരു ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്തു. എന്നാലും അവന്റെ മനസ്സിൽ അപ്പോഴും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവന്റെ 14ാമത്തെ വയസ്സിൽ ഹാക്കിങ്ങും കോഡിങ്ങും ഒക്കെ രാത്രിയിൽ കളിച്ചിരുന്ന് അവൻ പഠിക്കാൻ തുടങ്ങി. രാത്രിയിലിരുന്ന് അത് പഠിക്കുന്നോണ്ട് തന്നെ പകല് ജോലിക്ക് പോകുമ്പോ അവൻ മിക്കവാറും ഉറങ്ങിപ്പോവും. എന്നാലും അവൻ അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. ഡാർക്ക് വെബ് എന്താണെന്നും അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇടയ്ക്ക് മീറ്റിംഗ് ഉണ്ടാവും. എന്നാൽ ഒരു ഹാക്കറും അവന്റെ മുഖം കാണിക്കാറില്ല. മുഖംമൂടിയൊക്കെ ധരിച്ചാണ് അവരുടെ മീറ്റപ്പ് ഉണ്ടാവാറ്. ഓരോരുത്തർക്കും ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും പേരുണ്ടാവും. ഇവരുടെ ഈ ലോകത്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട്, MRX. അയാളാണ് ഇതിന്റെ കിങ്. എല്ലാവരും ഭയങ്കര ആരാധനയോടെ കാണുന്ന ഒരു ഹാക്കറാണ് ഈ MRX. ഈ MRXന് 3 റൂൾ ഉണ്ട്. അതായത് ഈ ലോകത്ത് ഒരു ഡിവൈസും സേഫ് അല്ല. പിന്നെ ഹാക്ക് ചെയ്യുമ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഹാക്ക് ചെയ്യണം. 3ാമത്തേത് ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്ത് ചെയ്യണം. ഇങ്ങനെ ബെഞ്ചമിൻ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ ഡിറ്റക്റ്റീവ് ലേഡി, നീ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പോലെ കാര്യങ്ങൾ പറയുന്നതിൽ നമ്മുടെ സമയം ഒരുപാട് നഷ്ടമാവും. അതുകൊണ്ട് നേരെ കാര്യത്തിലേക്ക് വാന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ അടുത്ത കാലത്ത് നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കും. അങ്ങനെ അവനും കാര്യം പറയാൻ തുടങ്ങി. ഞാനൊരു പിസ്സ ഡെലിവറി ബോയ് ആണ്. ഒരു ദിവസം കുറച്ചധികം ഓർഡർ കിട്ടി. ഞാനൊരു കോളേജിലേക്ക് പോയി. അവിടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ടെൻഷനിലാണ്. ആ കൂട്ടത്തിൽ മാരി എന്നൊരു പെണ്ണുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്ന ഫുഡെല്ലാം അവിടെ വെച്ചിട്ട് പോകുമ്പോൾ എനിക്ക് അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി. എന്നാൽ അവരുടെ സംസാരത്തിൽ അവർ ടെൻഷൻ അടിക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. അതായത് വരാൻ പോകുന്ന എക്സാം വളരെ ടഫാണ്. അതിനെങ്ങനെ നേരിടണമെന്ന് ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവർ വെറുതെയെങ്കിലും ആ ടെൻഷനിൽ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ബെഞ്ചമിന് അവന്റെ ഇഷ്ടം ആ പെൺകുട്ടിയോട് തുറന്നു പറയണമെന്നായിരുന്നു. എന്നാൽ എന്റെ ഭയം അതിനെ അനുവദിച്ചില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം ആ യൂണിവേഴ്സിറ്റിയുടെ സർവർ ഹാക്ക് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാന്ന് തീരുമാനിച്ചു. അങ്ങനെയെങ്കിലും അവളെ ഇംപ്രസ് ചെയ്യാന്ന് കരുതി. എന്നിട്ട് നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി ഗാർഡ്സ് കാണാതെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് കയറി സിസ്റ്റം ഹാക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. എല്ലാം തീർന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു സെക്യൂരിറ്റി അത് കണ്ടു. അതിനുശേഷം പോലീസ് വന്നു എന്നെ അറസ്റ്റ് ചെയ്തു കോടതിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കോടതി എനിക്ക് വലിയ ശിക്ഷയൊന്നും തന്നില്ല. കാരണം അതത്ര വലിയ തെറ്റൊന്നും ആയിരുന്നില്ല. എന്നാൽ അതിന് പകരമായി എനിക്ക് റോഡ് ക്ലീൻ ചെയ്യാനുള്ള ശിക്ഷയാണ് പണിഷ്മെന്റ് ആയിട്ട് തന്നത്. അത് 2 ദിവസത്തേക്ക്. അതിനെന്റെ കൂടെ 2-3 പയ്യന്മാരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മാക്സ് എന്നൊരുത്തൻ എനിക്ക് എന്തിനാണ് ഈ പണിഷ്മെന്റ് കിട്ടിയെന്ന് എന്നോട് വന്ന് ചോദിച്ചു. ഞാനും ഹാക്ക് ചെയ്തോണ്ടാണെന്ന് പറഞ്ഞു. മാക്സ് ഇവൻ വല്ല ഫേസ്ബുക്കോ വാട്സപ്പോ ആയിരിക്കും ഹാക്ക് ചെയ്തെന്നാണ് വിചാരിച്ചത്. അതിന് ഞാനും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റാണ് ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞതിന് മാക്സും അപ്പൊ നീ വലിയ പുള്ളിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ബെഞ്ചമിനോട് ഒരു പാർട്ടി ഉണ്ട്, നീ ഈ പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് ആ പാർട്ടിക്ക് വരണമെന്ന് പറഞ്ഞ് അവനൊരു ലൊക്കേഷൻ കൊടുത്തു. അങ്ങനെ പണിഷ്മെന്റ് എല്ലാം കഴിഞ്ഞ ശേഷം ബെഞ്ചമിൻ മാക്സ് പറഞ്ഞ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത്
സ്ഥലത്തേക്ക് വന്നു. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. കൂട്ടത്തിൽ മേരിയും ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോ ബെഞ്ചമിൻ ആകെ വേർക്കാൻ തുടങ്ങി. അവളോട് അവന് സംസാരിക്കണമെന്നുണ്ട്, എന്ന് സംസാരിച്ചില്ല. വല്ലാത്തൊരു പേടി അവന് തോന്നി. ആ സമയം മാക്സ് ഇവരെ മേലോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വേറെ 2 പേരുണ്ടായിരുന്നു. മാക്സ് അവരെ ഇവന് പരിചയപ്പെടുത്തി കൊടുത്തു. ഒരുത്തൻ സ്റ്റീഫൻ. ഈ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുകളിലോ എന്തെങ്കിലും ബഗ്ഗുകൾ സംഭവിച്ചാൽ അത് ഇവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അത്രയ്ക്ക് ജീനിയസ് ആണ്. രണ്ടാമത്തവൻ പോൾ. കണ്ടാലൊരു ഭ്രാന്തനെ പോലെ തോന്നുമെങ്കിലും സ്വന്തമായിട്ട് മദർ ബോർഡ് വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. അമ്മാരി അടാറ് സാധനങ്ങളാണ് ഈ 2 എണ്ണങ്ങളും. മാക്സിനോട് അമ്മാരി ഇവൻ ആരാന്ന് ചോദിച്ചപ്പോൾ മാക്സും അത് ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുന്നതാണെന്നും പറഞ്ഞ് ഒരു ലാപ്ടോപ്പ് അവന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. അവന് കുറച്ചു സമയം അതിൽ വർക്ക് ചെയ്തിട്ട് ആ പരിസരത്തുള്ള കറണ്ട് മൊത്തത്തിലങ്ങ് കട്ട് ചെയ്തു. ഇത് കണ്ടപ്പോൾ സ്റ്റീഫനും പോളിനും കാര്യം മനസ്സിലായി. അതായത് നമ്മുടെ ചെക്കൻ വേറെ ലെവലാണെന്ന്. അങ്ങനെ 4 പേരും ഇപ്പൊ ഒരു ടീമായി. ഈ സമയം പുറത്ത് പോലീസ് വന്നു നിന്നു. പോലീസിനെ കണ്ടത് മാക്സ് ബെഞ്ചമിനോട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ നമ്മളെ പോലീസ് പൊക്കുന്നു പറഞ്ഞു. ബെഞ്ചമിൻ ആണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ഇത് അവന്റെ വീടൊന്നുമല്ല വേറെ ആരുടെ വീടാണെന്ന് അവൻ പറഞ്ഞത്. ഇവര് 4 പേരും അവിടുന്ന് ഇറങ്ങി ഓടി. അങ്ങനെ ഓടുന്ന സമയത്ത് ബെഞ്ചമിൻ മേരീനെ കണ്ടു. അവളും ഇവനോട് നീ അന്ന് പിസ കൊണ്ടുവന്നവനല്ലേ എന്ന് ചോദിക്കും. എന്നാൽ ബെഞ്ചമിൻ അവളോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇവൻ ശരിയായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് അവള് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. ആ ഒരു കുറ്റബോധത്തിൽ ഇവൻ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോ ഇവന്റെ മുത്തശ്ശിയെ വീട്ടിൽ കാണാനില്ലായിരുന്നു. തിരിഞ്ഞിറങ്ങിയപ്പോഴാണ് മുത്തശ്ശി റോഡിലൂടെ ഇറങ്ങി നടക്കുന്നത് കണ്ടത്. മുത്തശ്ശിക്കാണെങ്കിൽ മെന്റലി ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇവന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവന്റെ മുത്തശ്ശിക്കും ഉണ്ട്. മുത്തശ്ശിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. കുറച്ച് ദിവസം മുത്തശ്ശി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അങ്ങനെ ആ വിഷമത്തിൽ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മാക്സിനെ കണ്ടു. മാക്സ് നമുക്കൊന്ന് ചില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവനെയും കൂട്ടിപ്പോയി. അങ്ങനെ ഇവർ രണ്ടാളും നടന്ന് ഒരു കുപ്പത്തൊട്ടിയുടെ അടുത്തെത്തി. മാക്സ് ആ കുപ്പത്തൊട്ടിയുടെ അകത്തിറങ്ങി എന്തോ തിരയുന്നുണ്ട്. അങ്ങനെ മാക്സ് അതിനകത്തുനിന്ന് ഒരു പാർസൽ ബോക്സും ബില്ലും എടുത്തു. എന്നിട്ട് പുറത്തു വന്നിട്ട് ലൈഫിൽ കുറച്ച് ത്രില്ലും എൻജോയ്മെന്റ് എല്ലാം വേണ്ടേ, എങ്ങനെയാണ് ഫ്രീ ആയിട്ട് സോഷ്യൽ സർവീസ് ചെയ്യുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഒരു കടയുടെ ഉള്ളിലേക്ക് ചെന്നു. ആക്ച്വലി ഇപ്പൊ മാക്സിന്റെ കയ്യിൽ ആരോ ഒരു 10 ഡോണറ്റ് വാങ്ങിയതിന്റെ ബില്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതും അരമണിക്കൂർ മുൻപ് വാങ്ങിയത്. ഇവർ നേരെ ആ ബോക്സും ബില്ലും എടുത്ത് കടയിൽ വന്ന് അവിടെയുള്ള ആ സെയിൽസ് ബോയിനോട് ഇതെന്താ ഇത്, ഞാൻ 10 എണ്ണം ഓർഡർ ചെയ്തിട്ട് ഇതിലാകെ 8 എണ്ണേ ഉള്ളൂ, നിങ്ങൾ ഇതൊന്നും നോക്കാതെയാണോ ഡെലിവറി ചെയ്യുന്നതെന്ന് പറഞ്ഞതും ആ സെയിൽസ് ബോയും സോറി സാർ, ആരാണ് നിങ്ങൾക്ക് ഇത് തന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ദാ ആ നിൽക്കുന്ന ലേഡിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനെ ചൂണ്ടി കാണിച്ചു കൊടുത്തു. ഈ ബോയും ഒന്ന് വെയിറ്റ് ചെയ്യോ, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞതിന് മാക്സും അതിനൊന്നും എനിക്ക് നേരമില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞതും ആ ബോയും 2 എണ്ണത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ തരാന്ന് പറഞ്ഞിട്ട് 2 ഡോണറ്റ് എടുത്ത് ഇവർക്ക് എടുത്തു കൊടുത്തു. മാക്സും ബെഞ്ചമിനും ആ ഡോണറ്റും വാങ്ങി പുറത്തേക്ക് വന്നപ്പോ അവിടെ ഒരു പിച്ചക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഡോണറ്റ് ആ പിച്ചക്കാരന് കൊടുത്തിട്ട് കഴിച്ചോ എന്ന് പറയും. എന്നിട്ട് ഇവർ നടക്കുമ്പോ കണ്ടോ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് സോഷ്യൽ സർവീസ് ചെയ്യാന്ന്, ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ എന്റെ മനസ്സിന് വല്ലാത്ത സുഖാണെന്നും പറഞ്ഞ് ഇനി ചെറിയൊരു പണിയുണ്ട് വേഗം വാന്നും പറഞ്ഞ് ബെഞ്ചമിനെയും വിളിച്ചോണ്ട് അവിടുന്ന് പോവും. അവിടെ ഒരു വാൻ ഉണ്ട്. ഇവർ അടിച്ചു മാറ്റിയിട്ട് സ്റ്റീഫനും പോളും അതിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ആ വാനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് ബെഞ്ചമിൻ ചോദിക്കുന്നുണ്ട്. അതിന് മാക്സ് ഞാൻ പറയാന്ന് പറഞ്ഞ് നേരെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അതിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു കാർഡ് കാണിക്കണം. സോ ഇപ്പൊ മാക്സ് ആ കാർഡ് കാണിച്ചതും അവനകത്തേക്ക് പോവാൻ അലൗഡ് ചെയ്തു. എന്നാ ബെഞ്ചമിന്റെ കയ്യിൽ കാർഡില്ല. ഇവൻ ഏതാന്ന് ഗാർഡ് ചോദിച്ചപ്പോ മാക്സും ഞാൻ കാർഡ് കാണിച്ചില്ലേ, ഇവൻ എന്റെ സഹായിയാണ്, കൂടെ വരട്ടെ എന്നും പറഞ്ഞ് 2 പേരും അകത്തേക്ക് കയറുകയാണ്. ആക്ച്വലി ഈ പാർട്ടി എന്താന്ന് വെച്ചാ ഈ ഹിറ്റ്ലർ ഉണ്ടല്ലോ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിന്റെ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും അതിന്റെ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന ടീമാണ്. ഇപ്പൊ ഹിറ്റ്ലറിനെ കുറിച്ചും അയാളുടെ പ്ലാനുകളെ കുറിച്ചും ഉള്ള ഒരു പ്രൊജക്ട് ഇപ്പൊ അവിടെ പ്ലേ ആവും. സോ ഇപ്പൊ അത് ചെയ്തു വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ അതാണ് ഇവർ ഹാക്ക് ചെയ്യേണ്ടത്. എന്നാൽ അത് ഹാക്ക് ചെയ്യണമെങ്കിൽ ആ ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈയുടെ ID അത് ഇവർക്ക് കിട്ടണം. സോ അതെടുക്കേണ്ടത് ബെഞ്ചമിനാണ്. ബെഞ്ചമിൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെയുള്ള മൈക്ക് ശരിയാക്കുന്ന പോലെയൊക്കെ നിന്നിട്ട് ഇവൻ ആ വൈഫൈയുടെ ID കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ആ ID പോളിന് കൊണ്ടുപോയി കൊടുത്തിട്ട് പോൾ ആ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യാണ്. ഇതേ സമയം ഇപ്പുറത്ത് പ്രൊജക്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ പ്ലേ ആവുന്നത് ഹിറ്റ്ലറിനെ വല്ലാതെ അപമാനിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. സംഗതി ഹാക്കിംഗ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി.
എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തവനെ അന്വേഷിച്ച് പുറത്തേക്ക് വന്നതും വാനിലിരിക്കുന്ന നമ്മുടെ ടീംസിനെ കണ്ടു. അങ്ങനെ വടിയെല്ലാം വെച്ച് ഇവരുടെ വാനിലിട്ട് വല്ലാതെ അടിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ടീം എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. എന്നിട്ട് ആ വാൻ എവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ചു വെക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. എന്നാൽ വണ്ടി വല്ലാതെ ഡാമേജ് ആയതുകൊണ്ട് ആ വണ്ടിയുടെ മേലെ സോറി എന്ന് എഴുതി വെച്ചിട്ടാണ് ഇവര് പോയത്. ഈ കാര്യം ഇവര് നന്നായി എൻജോയ് ചെയ്തു. ഇവരൊരു ടീം ആവണമെന്ന് കരുതി. പക്ഷെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്ഥലം വേണ്ടേ? എന്തായാലും ബെഞ്ചമിന്റെ മുത്തശ്ശി ഹോസ്പിറ്റലിലാണ്. സോ അവന്റെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാന്നും തീരുമാനിച്ചു. ഇപ്പൊ ഇവരുടെ ടീമിന് ക്ലേ എന്ന് പേരും വെച്ചു. ഇനി ഇങ്ങനെ ഒരു ടീം ഉണ്ടെന്നുള്ള കാര്യം എല്ലാരെയും അറിയിക്കണം. സോ അതിനു വേണ്ടി ഒരു വീഡിയോ സെറ്റാക്കും. അതിൽ ഓരോ വിരല് കാണിച്ചിട്ട് ഇതെന്റെ കുടുംബത്തിന്, ഇതെന്റെ കൂട്ടുകാർക്ക്, അങ്ങനെ ഓരോ വിരലും കാണിച്ച് അവസാനം നടുവിരൽ കാണിച്ചിട്ട് ഇത് ഞങ്ങളുടെ ഹെയ്റ്റേഴ്സിന് എന്ന് പറയും. അങ്ങനെ ഈ ടീമിന്റെ ആദ്യത്തെ വർക്ക് അവിടെയുള്ള വലിയൊരു ബാങ്ക് ഹാക്ക് ചെയ്യാനായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിംഗിന്റെ ഗ്രാഫ് ഉണ്ടല്ലോ, അത് ഇവര് ഒരു നടുവിരൽ നമസ്കാരം പോലെയുള്ള ഒരു ഷേപ്പിലേക്ക് ആക്കി വെക്കും. അതുപോലെ തന്നെ ഈ ആനിമൽസിനെല്ലാം വെച്ച് ഒരുപാട് വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ സിസ്റ്റം മൊത്തം ഹാക്ക് ചെയ്തിട്ട് ആ ബോർഡില് വി കിൽ ആനിമൽസ്, ഞങ്ങൾ ആനിമൽസിനെ കൊല്ലുന്നുണ്ട് എന്ന് അവര് തന്നെ എഴുതുന്നത് പോലെ ആക്കും. ഇത്രയെല്ലാം ആയപ്പോഴേക്കും ഈ ക്ലേ എന്ന ടീം വല്ലാതെ ഫേമസ് ആവുകയാണ്. പത്രത്തിലും ടിവിയിലും ഒക്കെ ഇവരെ കുറിച്ചുള്ള ന്യൂസും വന്നു. സോ അവര് ഫേമസ് ആയില്ലേ? അപ്പൊ ഹാക്കേഴ്സിന്റെ കിങ് ആയ MRXന് ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടി അവരങ്ങനെ ഡാർക്ക് വെബിലേക്ക് എത്താണ്. അവിടെയുള്ള ഹാക്കേഴ്സിനെ കാണുകയാണ്. അപ്പൊ അതിൽ ചിലർ ചോദിക്കുന്നുണ്ട് MRXനോട്, ഇപ്പൊ ക്ലേ എന്ന ഗ്രൂപ്പിനെ കുറിച്ച് MRXന് എന്താണ് അഭിപ്രായം എന്ന്. MRXും ക്ലേയോ അതാരാ എന്നൊക്കെ അറിയാത്തതുപോലെ, അതായത് പച്ചയ്ക്ക് ഈ MRX നമ്മുടെ ക്ലേ ടീമിനെ അപമാനിച്ചു വിടും. ഇത് കേട്ടത് മാക്സിന് വല്ലാത്ത ദേഷ്യം വന്നു. എന്നിട്ട് ഞങ്ങൾക്കൊരു വിലയും തരാതെ നീ ഞങ്ങളെ പുച്ഛിച്ചല്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമ്മുടെ പേര് കേട്ട എല്ലാവരും ഭയക്കണം, അത്രയ്ക്കും അങ്ങനെയുള്ളൊരു പരിപാടി ഒപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് പരിപാടിയാണുള്ളതെന്ന് ഇവർ ആലോചിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ഹാക്കേഴ്സിനെ പൊക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ലീഡർ ആ ഡിക്റ്റേറ്റീവ് പെണ്ണാണ്. ഇവരുടെ ഈ ടീം ഇപ്പോഴുള്ള ഹാക്കേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാങ്ങിന്റെ പേര് ഫ്രണ്ട്സ് എന്നാണ്. അതിൽ 4 പേരുണ്ട്. 3 പേരുടെ പേരും ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. എന്നാൽ 4ാമത്തവൻ ഇപ്പോഴും അജ്ഞാതനാണ്. ഇപ്പുറത്ത് ബെഞ്ചമിനെ നോക്കുകയാണെങ്കിൽ മാക്സിന്റെ കൂടെ നടന്ന് ഇടയ്ക്കിടയ്ക്ക് അവന് മേരിയോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ മണ്ടൻ അവളെ കാണുമ്പോഴേക്കും സ്റ്റക്കായി പോവും. അവൻ അവളോട് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടില്ല. അങ്ങനെ മേരിയും അവിടുന്ന് പോവും. അതുപോലെ തന്നെ ഇവരുടെ ഈ ഹാക്കിംഗ് വേൾഡ് ഒരു ഡിജിറ്റൽ വേൾഡ് ആണ്. അതിനകത്ത് ഈ ക്ലേ എന്ന ടീമിന് വേണ്ടിയിട്ട് ഈ MRX ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾ കളിക്കുന്ന കിലിക്കട്ട പോലുള്ള ഒരു സാധനം. അതായത് ഹാക്കിംഗ് എന്ന ഈ വലിയ ലോകത്ത് ഇവന്മാര് വെറും ശിശുക്കളാണ്. നിങ്ങളെ കൊണ്ടൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല, നിങ്ങളിത് നടത്തിയിട്ടുമില്ല. ഇത് കണ്ട നമ്മുടെ 4 പേർക്ക് നന്നായി ദേഷ്യം വന്നു. എങ്ങനെയെങ്കിലും കഴിവ് തെളിയിക്കണം. സോ ഇപ്പൊ ബെഞ്ചമിന് ഒരു ഐഡിയ തോന്നി. ആരും ചെയ്യാത്തൊരു കാര്യമുണ്ട്, ചെയ്താലോ എന്ന് ചോദിക്കും. എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സൈറ്റ് ഹാക്ക് ചെയ്താലോ? ഇത് കേട്ട് മാക്സും സ്റ്റീഫനും പോളും ഒന്നും ഞെട്ടി. എന്നിട്ട് ഇത് റിസ്ക് അല്ലേ, ഒരുപാട് പേര് ശ്രമിച്ചിട്ടും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, പേടിയുണ്ടെങ്കിലും നമുക്കിത് ചെയ്യാന്ന് മാക്സ് പറയും. അങ്ങനെ ഒരു ലിങ്ക് അവിടെയുള്ള ഒരു സ്റ്റാഫിന്റെ മെയിലിലേക്ക് അയക്കും. ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആ ലേഡി ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് സെക്യൂരിറ്റി ആയിരുന്നു. ഇനി നേരിട്ട് ഇറങ്ങിച്ചെല്ലാന്ന് ഈ 4 പേരും തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഇവര് ആ സർവറിന്റെ അടുത്തെത്തി ചെറിയ ബഗ്ഗുകൾ സെറ്റ് ചെയ്യാണ്. അങ്ങനെ അവസാനം കാര്യങ്ങൾ ഇവര് ഹാക്ക് ചെയ്തെടുക്കാണ്. എന്നിട്ട് ഇവരെ അങ്ങോട്ടേക്ക് കയറി വന്നതും ഇറങ്ങി പോകുന്നതായിട്ടുള്ള എല്ലാ CCTV വിഷ്വൽസും ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇവര് ചെയ്തു വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ ബെഞ്ചമിൻ ആരും അറിയാതെ എല്ലാ വിവരങ്ങളും ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇതവരുടെ പ്ലാനിൽ ഇല്ലാത്ത കാര്യമാണ്. എന്തായാലും പിറ്റേന്ന് ബാഗിൽ സ്റ്റാഫുകൾ വന്ന് പ്രിന്റ് ഔട്ട് എടുക്കുമല്ലോ. അങ്ങനെ പ്രിന്റ് ഔട്ട് എടുത്തപ്പോൾ ആദ്യം വന്നത് ക്ലേ ഉള്ളിടത്തോളം കാലം ഒരു ഡിവൈസും ഒരിക്കലും സേഫ് അല്ല എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ടീമും സ്റ്റാഫുകളും എല്ലാം ഇത് കണ്ട് അന്തം വിട്ടു നിന്ന് പോവാണ്. ആരാണ് ക്ലേ? എന്നാൽ നമ്മുടെ 4 അവന്മാരും പബ്ബും പാർട്ടിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയം മേരിയെ കാണാനായിട്ട് ബെഞ്ചമിൻ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോ ഇവന്റെ കൂടെയുള്ള മാക്സ് മേരിയുടെ കൂടെ കുറച്ച് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് കണ്ടു. പാവം നമ്മുടെ ചെക്കന്റെ ചങ്ക് തകർന്നുപോയി. അവൻ ആ വിഷമത്തില്
മോങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു. പിന്നാലെ തന്നെ മാക്സും പോളും സ്റ്റീഫനും വരുന്നുണ്ട്. എടാ കാര്യം എന്താന്ന് പറയാന്ന് എത്ര ചോദിച്ചിട്ടും ബെഞ്ചമിൻ അവരോട് നിങ്ങൾ എവിടുന്ന് പോയിക്കോ, ഇനി നിങ്ങളുടെ ടീമിൽ ഞാനില്ല എന്ന് പറഞ്ഞു. എന്ന കാര്യം എന്താന്ന് ഇവര് 3 പേരും മാറി മാറി ചോദിച്ചിട്ടും ബെഞ്ചമിൻ പറയുന്നില്ല. ബെഞ്ചമിന് ദേഷ്യവും വിഷമവും എല്ലാം കൂടെയുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. കൂടെ MRXനോടുള്ള ആ ദേഷ്യവും ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ഡയറക്റ്റ് ആയിട്ട് ഡാർക്ക് വെബിലൂടെ MRXനോട് ചാറ്റ് ചെയ്യാണ്. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? നീ വലിയ ആളാണെന്നാണോ? നിനക്കൊരു കാര്യം അറിയോ? ഇത്രയും കാലം ഒരുത്തനെ കൊണ്ടും കഴിയാത്തത് ഞങ്ങൾ ചെയ്തടാ. ദേ നോക്കെന്ന് പറഞ്ഞ് ബെഞ്ചമിൻ സെക്യൂരിറ്റി വിങ്ങിന്ന് അടിച്ചു മാറ്റിയ ഡീറ്റെയിൽസ് ഈ MRXന് അയച്ചു കൊടുത്തു. സത്യത്തിൽ ഇവൻ ആളാവാൻ വേണ്ടി അയച്ചു കൊടുത്തതാണ്. എന്നാ പണി ചെറുങ്ങനെ പാളി. അതെന്താന്ന് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഫ്രണ്ട്സ് എന്ന ഹാക്കേഴ്സ് ടീമിനെ ഡിറ്റക്റ്റീവ്സ് അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ ടീമിലെ ക്രിപ്റ്റോ എന്ന ഒരുത്തനെ മരിച്ച നിലയിൽ ഇവർ കണ്ടെത്തിയിരിക്കുകയാണ്. അതേസമയം ഇപ്പുറത്ത് ബെഞ്ചമിൻ വീടിന്റെ ഡോർ തുറക്കാത്തതുകൊണ്ട് മറ്റേ 3 പേരെ എങ്ങനെയൊക്കെയോ അകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് എന്താണ് നിനക്ക് പറ്റിയത്? നീ ഒറ്റയടിക്ക് ഇല്ലാന്നൊക്കെ പറഞ്ഞ കാര്യം എന്താന്നൊക്കെ ബെഞ്ചമിനോട് ചോദിച്ചു. അപ്പൊ ബെഞ്ചമിനും ഒരുപാട് നാളായി ഞാൻ മേരിയെ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. നീ ഒറ്റയടിക്ക് പോയി അവളെ വളയ്ക്കാൻ നോക്കിയ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാനിത് സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞതും മാക്സിന് ദേഷ്യമായി. എന്നിട്ട് നീ മനസ്സിൽ വെച്ചോണ്ട് നടന്ന ഞാൻ അതെങ്ങനെ അറിയാനാ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവളോട് പോയി പറയ്, അല്ലാതെ ഇങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കുകയല്ല വേണ്ടത് എന്ന് പറയും. അങ്ങനെ 2 പേരും തമ്മിൽ അടിയായി. മാക്സ് ബെഞ്ചമിനിട്ട് നല്ല വീക്ക് കൊടുത്തിട്ടുണ്ട്, അതും മോന്തക്കിട്ട്. അതാണ് സിനിമയുടെ തുടക്കത്തില് ബെഞ്ചമിന്റെ മുഖത്ത് പാടുകൾ കണ്ടിരുന്നല്ലോ അത്. ബെഞ്ചമിൻ ആണെങ്കിൽ മാക്സിന്റെ കയ്യിലേക്ക് ദേഷ്യത്തില് ആണി അടിച്ച് കയറ്റുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീഫനും പോളും ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അപ്പോഴാണ് ടിവിയില് ഫ്രണ്ട്സ് ടീമിലെ ക്രിപ്റ്റോയെ മരിച്ച നേരിൽ കണ്ടെത്തി കൊന്നത് പുതുതായിട്ട് വന്ന ക്ലേ ടീമാണെന്നും പറഞ്ഞ് ഒരു ന്യൂസ് വന്നത്. ഇത് കണ്ട് മാക്സും പോളും സ്റ്റീഫനും എല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് അവർക്ക് ഒരു പിടിയില്ല. കാര്യം മനസ്സിലായ ബെഞ്ചമിൻ ഇവരോടൊരു കാര്യം പറയും. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. ഇന്നലെ നടന്ന സംഭവത്തില് ദേഷ്യത്തില് എന്റെ കൺട്രോള് പോയി. ആ MRXന്റെ മുന്നിൽ ആളാവാൻ വേണ്ടി ഇന്നലെ അവിടുന്ന് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവന് അയച്ചു കൊടുത്തു. ആക്ച്വലി ക്രിപ്റ്റോ എന്ന് പറയുന്നവൻ ഹാക്കേഴ്സിന്റെ കൂടെ നിന്ന് അവരെ തന്നെ പോലീസിന് ഒറ്റിക്കെടുക്കുന്ന ഏജന്റ് ആയിരുന്നു. ഇത് മനസ്സിലാക്കിയ MRXും ക്രിപ്റ്റോയെ കൊന്നിട്ട് ആ കുറ്റം ഇവരുടെ തലയിലേക്ക് ഇട്ടതാണ്. ഇതെല്ലാം കേട്ട മാക്സും നമ്മളിത് തമാശയ്ക്ക് വേണ്ടി ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കൊലക്കേസിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. കളി കാര്യമാവുകയാണ്. ആരാടാ ഈ MRX? ഈ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളവനാണോ അതോ വെറും ഇൻഫർമേഷൻ കൊടുക്കുന്നവനാണോ എന്നൊന്നും അറിയില്ല. അത് മാത്രമല്ല ഇന്ന് ഈ ലോകത്ത് മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഹാക്കിംഗ് ഗ്യാങ് ക്ലേ ആയിട്ട് മാറുകയാണ്. അവരെ പിടിക്കുന്നവർക്ക് പാരിതോഷികം കൊടുക്കാമെന്ന് വരെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഡെവിൾ ഏജന്റിനെ കണ്ടുപിടിച്ചതും കൂട്ടത്തിലുള്ളവർ തന്നെ അവനെ കൊന്നിട്ട് ആ കുറ്റം ക്ലേയുടെ തലയ്ക്കിട്ടതാണ്. അത് അവർക്ക് ഭയങ്കര ഈസി ആയിരുന്നു. എങ്ങനെയാണെന്നല്ലേ, ഇവർ ഈ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രിന്ററിലും ക്ലേ എന്ന ഇവരുടെ പേര് വന്നിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വരുന്ന കേസുകളൊക്കെ ഇവരുടെ പേരിലേക്ക് ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 8 അല്ല 16 പണിയാണ് ഇവർക്കിപ്പൊ കിട്ടിയിരിക്കുന്നത്. മൊത്തത്തില് പെട്ട അവസ്ഥയിലാണ്. ഇനി ഇവരെ തിരക്കി പോലീസും ഇറങ്ങാൻ പോവാണ്. ഇനി എന്ത് ചെയ്യും? മാക്സും സ്റ്റീഫനും പോളും വല്ലാത്ത ടെൻഷനിലാണ്. ഇപ്പൊ ബെഞ്ചമിൻ പറയും MRXനെ എങ്ങനെയെങ്കിലും ഇതിൽ പെടുത്തണം. നമുക്ക് ഈ പണി തന്നത് അവനാണ്, അതുകൊണ്ട് ഈ പണി അവന് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരൊരു കഫേയിൽ പോയി അവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാർക്ക് വെബിൽ MRXനോട് ചാറ്റ് ചെയ്യാണ്. ഇങ്ങനെ പബ്ലിക് ആയിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ അത് പോലീസിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ പോലീസും ഇത് മനസ്സിലാക്കും. ഇവർ VPN ഉപയോഗിച്ചു. ഈ സിസ്റ്റം എവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ലൊക്കേഷൻ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലീസുകാരെ അങ്ങനെ മണ്ടന്മാരാക്കാൻ പറ്റില്ലല്ലോ. ഇവർക്ക് നല്ല ടാലന്റ് ഉള്ള ഒരു ഹാക്കർ പെണ്ണുണ്ട്. അവർ ഇവളുടെ ലൊക്കേഷൻ ഹാക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഈ ഒരു കാര്യം നമ്മുടെ ബെഞ്ചമിനും അറിയാം. ആരെങ്കിലും ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വരുന്നു. ഇത് തന്നെയായിരുന്നു ഇവരുടെ പ്ലാനും. എന്നാലും പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഇവർ ആ കഫേയിൽ നിന്ന് എസ്കേപ്പ് ആവും. പോലീസും അവിടെ എത്തി ഇവർ യൂസ് ചെയ്ത കമ്പ്യൂട്ടർ പരിശോധിക്കുകയാണ്. ഇവർ ചാറ്റ് ചെയ്തിരിക്കുന്നത് MRX എന്ന ഐഡിയോടാണ്. അതുപോലെ തന്നെ ഈ MRX ക്ലേ ഗ്യാങ്ങിന് ഒരു ജോലി കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ക്ലേ ഗ്യാങ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും MRXന് വേണ്ടിയാണ് എന്ന് ഡിറ്റക്റ്റീവിന് അഥവാ പോലീസിന് മനസ്സിലായി. ഇപ്പൊ ഈ ഫ്രണ്ട് ഗ്യാങ്ങിലെ 4ാമത്തവൻ ഇപ്പോഴും അജ്ഞാതനാണ്. സോ അതാ MRX തന്നെ ആയിരിക്കും. ഇപ്പൊ MRXനെ ഈ ഒരു കേസിലേക്ക് ഇവർ പിടിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ MRX ആണെങ്കിൽ ഇങ്ങനെ ഒരു കുഴിയുള്ള കാര്യം അറിഞ്ഞിട്ടുമില്ല. ഈ MRX ആയിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ അവൻ ഇപ്പൊ തന്ന ആ ജോലി ഫുൾ ആക്കണം. അതെന്താന്ന് വെച്ചാ ഇന്റർനെറ്റ്
ഇന്റർനാഷണൽ ക്രൈംസ് എല്ലാം തടുക്കുന്ന ഒരു ഏജൻസി ഉണ്ട് യൂറോപ്പില്. അതിന്റെ സൈറ്റ് ഹാക്ക് ചെയ്യണം. ഇവര് പല രീതിയിലും ശ്രമിച്ചു നോക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. കാരണം ആ സെക്യൂരിറ്റി സിസ്റ്റം അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. ഇനി അതിനകത്ത് കയറില്ലാതെ ഇവർക്ക് വേറെ വഴിയില്ല. എന്നിട്ട് ഇവർ ആ പരിസരത്ത് കറങ്ങി നടക്കുമ്പോൾ കുറച്ച് സ്റ്റുഡൻസ് അവിടുന്ന് പുറത്തേക്ക് വരുന്നത് ഇവർ കണ്ടു. അതുപോലെ തന്നെ അതിലൊരാളുടെ കയ്യിൽ നിന്നും ID കാർഡ് വീട് പോകുന്നതും ബെഞ്ചമിൻ കണ്ടു. എന്നിട്ട് ആരും കാണാതെ അത് എടുത്തിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗ്യാങ്ങിന്റെ അടുത്ത് ചെന്നിട്ട്, സാർ എന്റെ കുറച്ച് സാധനം ഞാൻ അകത്ത് വെച്ച് മറന്നുപോയി, ഇതാണ് ID കാർഡ് എന്നും പറഞ്ഞ് ആ കാർഡ് കാണിച്ചു കൊടുക്കും. ആ ഗാർഡും ഇവന്റെ മുഖം കണ്ടിട്ട് മുഖത്ത് എന്താ ഇങ്ങനെ പാട് എന്ന് ചോദിച്ചതിന് ബെഞ്ചമിനും ഞാൻ ഇവിടെ എന്റെ തിങ്സ് മിസ് ചെയ്തതിന് അച്ഛൻ പിടിച്ചടിച്ചതാണെന്ന് പറയും. അങ്ങനെ പെർമിഷൻ കിട്ടി അകത്ത് കയറുകയാണ്. എന്നിട്ട് സിസ്റ്റത്തിൽ ഓരോ ബഗ് ഒളിപ്പിച്ചു വെക്കും. അത്യാവശ്യം ചില ഡാറ്റാസും ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഫയലാക്കി MRXന് അയച്ചു കൊടുക്കും. അതിനകത്തും ബെഞ്ചമിൻ ഒരു ബഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്താലും MRX പിടിക്കപ്പെടും. ഇങ്ങനെ MRXനെ കൊടുക്കാനാണ് ബെഞ്ചമിൻ വിചാരിച്ചത്. അതിനായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹാക്കിംഗ് റൂം തന്നെ ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഫയൽ ബെഞ്ചമിൻ MRXന് കൈമാറാണ്. എന്നാൽ MRX അത് വാങ്ങിയില്ല. അവന് ചതി നേരത്തെ മനസ്സിലായിട്ടുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഇവരുടെ ഡിജിറ്റൽ വേൾഡിനകത്താണ് കേട്ടോ. എന്തായാലും ബെഞ്ചമിൻ വിരിച്ച വലയിൽ MRX വീണില്ല. എന്താ MRX ഈ ബെഞ്ചമിന്റെ സിസ്റ്റം മൊത്തത്തിൽ ഹാക്ക് ചെയ്യാണ്. ചാറ്റ് ചെയ്യുന്ന സമയത്ത് MRX ഓരോ കാര്യങ്ങളും ബെഞ്ചമിന്റെ സിസ്റ്റത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പൊ ഇവന്റെ ലാപ്പിന്റെ വെബ് ക്യാം ഹാക്ക് ചെയ്ത് MRX ഇവന്റെ ഫോട്ടോ എടുത്ത് ഇവന്റെ ലൊക്കേഷൻ എവിടാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ബെഞ്ചമിൻ എവിടാണുള്ളത് എന്ന് ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിനോട് പറയും. അവരും ബെഞ്ചമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനായിട്ട് ഇവന്റെ പിന്നാലെ വരികയാണ്. പേടിച്ചുപോയ ബെഞ്ചമിനും ഓടി അവന്റെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ മാക്സും സ്റ്റീഫനും പോളും സിനിമയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ മരിച്ചു കിടക്കുകയാണ്. ബെഞ്ചമിൻ പുറത്തേക്ക് ഇറങ്ങിയ ഫ്രണ്ട്സ് ഗ്യാങ് ഇവനെ കൊല്ലുന്നു ഇവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ ഡിറ്റക്റ്റീവിന് പിടികൊടുത്തത്. എന്നിട്ട് ആ ഡിറ്റക്റ്റീവിനോട് ഇതൊന്നും ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നാൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ MRXനെ പിടിക്കാൻ ഞാൻ സഹായിച്ച എന്നെ നിങ്ങൾ വെറുതെ വിടുമെന്ന് ബെഞ്ചമിൻ ചോദിക്കുകയാണ്. ആ ഡിറ്റക്റ്റീവ് ലേഡിയും ഒന്ന് ആലോചിച്ച് ഓക്കെ, അവനെ പിടിക്കാൻ സഹായിച്ചാ നിന്നെ വെറുതെ വിട്ടേക്കാമെന്നും പറയും. അങ്ങനെ ഇപ്പൊ ബെഞ്ചമിൻ ആ ഡാർക്ക് വെബിൽ കയറിയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റൂം ഉണ്ടാക്കുകയാണ്. അതിലേക്ക് പലതരത്തിലുള്ള ഹാക്കേഴ്സിനെ ക്ഷണിക്കുന്നുണ്ട്. ഓരോ ആൾക്കാരും അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ റൂമിലേക്ക് കയറണമെങ്കിൽ ബെഞ്ചമിൻ അതിന് പെർമിഷൻ കൊടുക്കണം. എന്നിട്ട് ആ മുറിയിലേക്ക് വന്ന ശേഷം ബെഞ്ചമിൻ പറയാണ്, ഞാനാണ് ഒറിജിനൽ MRX, ഞാൻ ഒരുപാട് ക്രൈംസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കുറച്ച് കള്ളങ്ങൾ MRXനെ കുറിച്ച് പറയാണ്. ഇതൊക്കെ കേട്ട MRX വെറുതെ ഇരിക്കോ? ഈ ഒരു റൂമിലേക്ക് കയറാനായിട്ട് MRX ഒരുപാട് നോക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. എന്തായാലും ഇതൊരു ഡിജിറ്റൽ വേൾഡ് അല്ലേ, ഒരുപാട് പഴുതുകളുണ്ട്. ബുദ്ധിമാനായ ഈ MRX ആ പഴുത് കണ്ടെത്തി ആ റൂമിനകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് ബെഞ്ചമിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട്, നീ ആരാടാ എന്റെ പേര് വെച്ചിട്ട് ഫേക്ക് കളിക്കുന്നത്? അതേസമയം ബെഞ്ചമിനും, ഞാൻ ആരുമല്ല, ഞാൻ ക്ലേ ആണ്, ഞാൻ നിന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതാണ് എന്ന് പറഞ്ഞതും MRX ഒന്ന് ഞെട്ടി. എന്നിട്ട് ബെഞ്ചമിൻ, ഞാനുണ്ടാക്കിയ ഈ പ്രൈവറ്റ് റൂമിലേക്ക് നീ പഴുത് കണ്ടുപിടിച്ച് വന്നില്ലേ, നീ എന്താ വിചാരിച്ചത് അത് നീയായിട്ട് കണ്ടുപിടിച്ചതാണെന്നോ? അത് നിനക്ക് കയറാൻ വേണ്ടി ഞാനായിട്ട് ഇട്ട് തന്നതാണ്. അതായത് ബെഞ്ചമിൻ വിരിച്ച ഡിജിറ്റൽ ട്രാപ്പ് എന്ന വലയിലേക്ക് MRX ഒന്നും ചിന്തിക്കാതെ കയറി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബെഞ്ചമിൻ മുഴുവനായും MRXനെ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. MRXന്റെ മുഖവും അവന്റെ ലൊക്കേഷനും എല്ലാം ഹാക്ക് ചെയ്ത് ബെഞ്ചമിൻ പോലീസിന് കൊടുക്കുകയാണ്. പോലീസ് നേരെ ലൊക്കേഷനിലെത്തി MRXനെ കൈയോടെ പൊക്കി തൂക്കിയെടുത്ത് കൊണ്ടുപോയി. 19 വയസ്സുള്ള ഇവനാണ് ഈ ഡിജിറ്റൽ വേൾഡിന്റെ കിങ് ആയിട്ട് മാറിയ MRX. എന്തായാലും അവനിപ്പോ പോലീസിന്റെ പിടിയിലായി. MRXനെ പിടിച്ചെടുത്ത ബെഞ്ചമിനെ വെറുതെ വിടാന്നാണല്ലോ ഇവരുടെ ഡീലിങ്. സോ എന്തായാലും അവൻ പോകാൻ നേരത്തെ ബെഞ്ചമിന്റെ കയ്യില് ഒരു പാട് ഈ ഡിറ്റക്റ്റീവ് നോട്ട് ചെയ്യാണ്. അതായത് അവന്റെ കയ്യിൽ ഒരു ആണി കൊണ്ട പാട്. ഇത് കണ്ടതും ആ ഡിറ്റക്റ്റീവിന് എന്തൊക്കെയോ സംശയം തോന്നിട്ട് ഇവന്റെ വീട്ടിലേക്ക് വന്ന് അന്വേഷിക്കും. എന്നാ അവൻ പറഞ്ഞതുപോലെ അവിടെ ഒരു ബോഡി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് സംശയം തീർക്കാൻ വേണ്ടി ഇവന്റെ അമ്മൂമ്മയെ ചികിത്സിക്കുന്ന ആ ഡോക്ടറിന്റെ അടുത്ത് വന്ന് അന്വേഷിക്കും. അപ്പോൾ ഡോക്ടറും ഈ ഡിറ്റക്റ്റീവിനോട് ബെഞ്ചമിന്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന അസുഖമുണ്ട്, ഇല്ലാത്ത ആൾക്കാർ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. എന്തായാലും എല്ലാം മനസ്സിലാക്കി ഈ ഡിറ്റക്റ്റീവ് ബെഞ്ചമിന്റെ അടുത്തേക്ക് വന്ന് നിന്റെ കയ്യിലെ ഈ ആണി തറച്ച പാട് എങ്ങനെ വന്നത് എന്ന് ചോദിക്കും. അതിനവനും അതെനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറയും. ഈ ബെഞ്ചമിൻ പറഞ്ഞതെല്ലാം അവനെ ഉണ്ടാക്കിയ കഥാപാത്രങ്ങളാണ്, ഇതെല്ലാം അവൻ തന്നെ ചെയ്തതാണ്. ഇതറിഞ്ഞതും ബെഞ്ചമിൻ ഷോക്കാവുകയാണ്. ഭ്രാന്ത് പിടിച്ച പോലെയൊക്കെ കാണിക്കും. ഇതൊക്കെ കണ്ടിട്ട് ആ ഡിറ്റക്റ്റീവിന് തന്നെ വല്ലാത്ത വിഷമം തോന്നി. എന്നിട്ട് ബെഞ്ചമിനോട് ഒരു കാര്യം പറയാണ്, ഇനി നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തലയിടരുത്, പുതിയൊരു ജീവിതം തുടങ്ങണം. ഇനി ഈ കേസിലേക്കൊന്നും നിന്നെ ഞാൻ വലിച്ചഴക്കില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞായി. അതിനുശേഷം ബെഞ്ചമിൻ ഹാക്കിംഗ് എല്ലാം ഒഴിവാക്കിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കയറുകയാണ്. അവന്റെ ലുക്ക് തന്നെ
മാറിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോ ഈ ബെഞ്ചമിന്റെ അടുത്തേക്ക് മേരി വരികയാണ്. അതായത് സങ്കല്പത്തിലെ ഒരു പെണ്ണ്. അവളുടെ കൂടെ മാക്സും സ്റ്റീഫനും പോളും എല്ലാവരും വരുന്നുണ്ട്. എന്നാൽ ഇവര് മൂന്നാളും മരിച്ചതല്ലേ, പിന്നെ എങ്ങനെ ഇവര് വരും? അവന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തോന്നുന്നതായിരിക്കും. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. മാക്സ് ബെഞ്ചമിനോട് നമ്മുടെ പ്ലാൻ സക്സസ് ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഈ MRX ബെഞ്ചമിനെ ട്രാപ്പ് ചെയ്തിട്ട് ഫ്രണ്ട്സ് ടീം ഇവനെ പിടിക്കാൻ വന്നിരുന്നല്ലോ. അപ്പൊ ഇവ ഓടി വീട്ടിലേക്ക് വന്നപ്പോ അവിടെ വീട്ടിൽ ഇവര് 3 പേരും മരിച്ചു കിടക്കായിരുന്നു എന്നാണല്ലോ ബെഞ്ചമിൻ ഡിറ്റക്റ്റീവ് ലേഡിനോട് പറഞ്ഞത്. എന്നാൽ ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇവര് വലിയൊരു പ്രശ്നത്തിലാണ് എന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ട്രാക്ക് ഒന്ന് മാറ്റും. ഇവര് 3 പേരും മരിച്ചു എന്ന് വരുത്തിയിട്ട് പോലീസിൽ പിടികൊടുത്ത് കീഴടങ്ങുക. എന്നിട്ട് പോലീസിന്റെ കൂടെ നിന്നുകൊണ്ട് MRXനെ പിടിക്കുക. അങ്ങനെ പിടിച്ചതിന് ശേഷം ബെഞ്ചമിന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് വരുത്തി തീർത്ത അവനെ പോലീസ് വെറുതെ വിടുകയും ചെയ്യും. അതുപോലെ മാക്സിന്റെ കയ്യിൽ ആണി അടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവന്റെ കയ്യിലും ആണി അടിച്ചതിന്റെ പാടുണ്ടാക്കി. അത് കണ്ട ശേഷമാണ് ഡിറ്റക്റ്റീവിന് സംശയം തോന്നി തുടങ്ങിയത്. ആക്ച്വലി ഇതെല്ലാം പക്ക പ്ലാൻഡ് ആയിരുന്നു. ഇനി ഇവരുടെ ലൈഫിലേക്ക് എന്തായാലും പോലീസ് വരാൻ പോകുന്നില്ല. ഇപ്പോ ഈ ഡിജിറ്റൽ വേൾഡിലെ ഹാക്കേഴ്സ് കിങ് ഈ ക്ലേ ആണ്. പുതിയ എതിരാളികൾ വരുമ്പോ ചിലപ്പോ ഇവര് പുറത്തേക്ക് വരാൻ മതിയാവും. അവസാനം മാക്സ് ബെഞ്ചമിന് മാരിയെ ഇഷ്ടമാണ് എന്ന കാര്യം അവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. അവന് ധൈര്യമില്ലാത്തോണ്ടാണ് പറയാത്തത്. ഇതെല്ലാം മനസ്സിലാക്കി മേരി തന്നെ ബെഞ്ചമിനോട് ഇഷ്ടം തുറന്നു പറയാണ്. അങ്ങനെ ഇവരൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവസാനം എല്ലാം ശുഭമായിട്ട് അവസാനിക്കുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിപ്പിക്കും. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.